ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലാണ്. ഇന്ന് പോകാൻ പോകുന്നത് ഒരു കുടിയേറ്റ ഗ്രാമത്തിലേക്കാണ്. കുന്നിൻ്റെ ചരിവിലുള്ളൊരു വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ അവർ സാധാരണ ഉണ്ടാക്കുന്ന ചില നാടൻ കറികൾ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കാരണം അവർ 8 മണിയാകുമ്പോൾ എല്ലാവരും ഈ കൃഷി സ്ഥലത്തേക്ക് പോകുന്നവരാണ്. അപ്പോൾ അവരുടെ ചില കറികളാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചേച്ചി എന്തോ കലേഷ് എത്തിയോ? ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. പേരെന്താ? രവീന്ദ്രൻ. സുധ ചേച്ചി അല്ലേ? പറഞ്ഞായിരുന്നല്ലേ? ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ബിനായി ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു കലേഷ് വരുമെന്ന്. അപ്പൊ ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കാൻ എത്ര നേരമായിട്ട് എത്താതെ എന്തിയെ എന്നൊക്കെ അല്ല, നമ്മളിങ്ങനെ ഇവിടെ വഴി ഇങ്ങോട്ട് വരുന്ന വലിയ വഴി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നാടൻ രീതികളിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അറിയാവുള്ളൂ. പിന്നെ നിങ്ങൾ നാട്ടിൽ കിടക്കുന്ന ആളുകളൊക്കെയാണ് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മളിവിടെ ഞങ്ങൾ കൂടുതലായിട്ട് കറി വെക്കാനൊന്നും കടയിൽ നിന്നും വാങ്ങിക്കാറില്ല. എല്ലാം മിക്കവാറും ഒരു 75% പറമ്പിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. മത്തേല, അങ്ങനെ ഇലക്കറി, ഇല വിഭവങ്ങളെല്ലാം. മത്തേല തോരൻ നമുക്കുണ്ടാക്കാം. മത്തേല തോരൻ ഉണ്ടാക്കാം. പിന്നെ ഉപ്പുമാങ്ങയുടെ സീസൺ ആണല്ലോ ഇപ്പൊ, മാങ്ങയില്ലാത്തതുകൊണ്ട്. അപ്പൊ ഉപ്പുമാങ്ങ കറി നമുക്കുണ്ടാക്കാം. ഉപ്പുമാങ്ങ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റ് ആണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് പുളിയുണ്ട്, പച്ചമുളക്, തേങ്ങ എല്ലാം അരച്ചൊഴിച്ച് കടുകൊക്കെ തളിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കടുക് താളിച്ചെടുക്കുന്ന. ശരി, അപ്പൊ വന്നത് എന്തായാലും ഒരു പരാജയമായില്ല. പിന്നെന്താ? മത്തന്റെ ഇലയുടെ തോരൻ, പിന്നെ തേങ്ങ ചുട്ടരച്ച് ചമ്മന്തിയൊക്കെയാണ് ഇവിടെ ഫേവറേറ്റ്. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. ചുട്ടരച്ച ചമ്മന്തി, പിന്നെ മത്തന്റെ ഇല കൊണ്ടൊരു തോരൻ. നമ്മൾ ചീരയും പിന്നെ മുരിങ്ങയിലേക്ക് തോരൻ വെക്കാറുണ്ട്. പക്ഷെ മത്തൻ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കാവുന്നത് ആദ്യത്തെ അറിവാണ്. അപ്പൊ മത്തലയുടെ തോരൻ, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ ഉപ്പുമാങ്ങ കറി അല്ലേ? ഇവിടെ എന്താ പ്രധാന കൃഷി? എന്താ ഇവിടുത്തെ പ്രധാന കൃഷി? ഏലം, കുരുമുളക്, പച്ചക്കറികൾ എല്ലാം ആയിട്ട്. ഇനി പറമ്പിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പറിച്ചു കൊണ്ടുവരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള മത്തനില, പിന്നെ കറിവേപ്പില, കാന്താരിമുളക്. കാന്താരിമുളക് ഇവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. എന്ത് കറി ഉണ്ടാക്കിയാലും അതിൽ ഒരു 2 കാന്താരിമുളക് ഇടും. ഇന്നത്തെ നമ്മുടെ കുക്കറി ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള കുക്കറിയാണ്. ഇത് ഫ്രഷ് ഇഞ്ചി, ഫ്രഷ് മുളക്, ഫ്രഷ് കാന്താരി മുളക്, പിന്നെ ഫ്രഷ് മത്തനില, ഫ്രഷ് കറിവേപ്പില. ഒരു ഫ്രഷ് കറികളാണ്. നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ട് ഒരു കല്യാണ വീട് പോലെ ആയിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ഉത്സാഹ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരാൾ തേങ്ങ തിരുവുന്നുണ്ട്, പിന്നെ ഉള്ളി പൊളിക്കുന്നുണ്ട് കുറച്ച് പേര്. പിന്നെ ചേച്ചി ഇവിടെ എന്തിനും തയ്യാറായിട്ട്, സുധ ചേച്ചി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്ന കറികളെക്കാളും കൂടുതൽ കറികളുണ്ട്. കാരണം ആൾക്കാരുടെ എണ്ണം കൂടി പടപടാ കറികൾ തീരും. അപ്പോൾ ഒരു കറിയും കൂടെ ഉണ്ട്. അത് ചെറുപയർ പരിപ്പും മുരിങ്ങയിലയും ചേർത്തുള്ളൊരു പരിപ്പ് കറിയാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യം എന്താ ഉണ്ടാക്കാൻ പോണേ? ആദ്യം നമുക്ക് മത്തേലത്തോരൻ ഉണ്ടാക്കിയാലോ? മത്തേലത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെക്കാൻ പോകുന്നത് ഈ മത്തൻ്റെ ഇലയുടെ തോരനാണ്. നമ്മളിത് മത്തേടത്ത് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായി ഇങ്ങനെ കീറിയെടുക്കണം. അരിയുന്നതിന് മുമ്പായിട്ട്. ഇതിന്റെ തണ്ട ഒന്നും മാറ്റാനൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല, ഒന്നും മാറ്റാനില്ല. ഇങ്ങനെ ഈ കൂമ്പ് നല്ല ഇതാണ്. ഇതെല്ലാം നമ്മള് വളരെ ഫാസ്റ്റ് ആണല്ലേ?
ആള് പുലിയാണ്, പറയുന്നുണ്ട്. നിത്യമുള്ള അഭ്യാസമാണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ നിത്യതൊഴിലല്ലേ. ചേച്ചി ഇത് ഈ മത്തനില ഇങ്ങനെ അരിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ മത്തനില അരിഞ്ഞ് തള്ളിയിരിക്കുകയാണ്. ഒരു പാത്രം മത്തനില ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കണം. 1/4 മുറി തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, എരിവ് അല്പം കൂടുതലാണ്, കുറച്ച് ചീനാപ്പറങ്കി കാന്താരിമുളക് കുറച്ച് കൂടുതലുണ്ട്, പിന്നെ കറിവേപ്പില, ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി ഉപ്പ് ഇവിടെ ഉണ്ട്, അത് ഇത് അരച്ചിട്ടിടാം. അപ്പോൾ അരയ്ക്കാനായിട്ടൊക്കെ ഏൽപ്പിച്ചാൽ മതി. സെക്കൻഡുകൾ കൊണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വടി അരയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഉള്ളിയൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പെല്ലാം കൂടെ കൂടി ഇതിനകത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പച്ചയായിട്ട് തന്നെ ഇത് യോജിപ്പിച്ച് വെക്കണം അല്ലേ? പിന്നെ നമ്മൾ കടുക് വറുക്കാനുള്ള എണ്ണ. ഹൈ റേഞ്ചിലെ എണ്ണയുടെ ഒരു പ്രത്യേകതയാണ്, കണ്ടോ, വെണ്ണ പോലെയാണ് എണ്ണ ഇരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, പക്ഷേ ഈ കുപ്പിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വെളിച്ചെണ്ണ വെണ്ണ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെണ്ണ പോലത്തെ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് മതിയോ? ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷം മഴ പെയ്തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ വെണ്ണ പോലത്തെ എണ്ണ ഒഴിച്ചപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത്. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ചൂടായി കഴിഞ്ഞാൽ കടുക് താളിക്കാം. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. ഇനി എന്താണ്? ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിട്ട് ഇത്ര കടുക് മാത്രം മതി അല്ലേ? കടുക് മാത്രം മതി, വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മുടെ കടുകും പൊട്ടിക്കഴിഞ്ഞു. അരപ്പ് നമ്മൾ അരച്ചായിരുന്നു. ചെറിയ ഉള്ളി, തേങ്ങ, ചീനാപ്പറങ്കി, കാന്താരിമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും വെച്ചിട്ട്. അപ്പോൾ ഏകദേശം ഈ ഇതൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ കുറേശ്ശെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് ഇത് മത്തനില വേവാനായിട്ട് അധികം സമയം എടുക്കും? ഒത്തിരി സമയം വേണ്ട, ഒരു 5 മിനിറ്റ് മതി. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇലയൊക്കെ അധികം വേവിക്കുന്നത് നല്ലതല്ലോ. അപ്പൊ ഇതൊരു ശകല നേരത്തിന് ഇങ്ങനെ തട്ടിപ്പൊത്തി ഒരു 3 മിനിറ്റ് വെന്താൽ മതി. ഒരു 3 മിനിറ്റ്, ആകെ 3 മിനിറ്റിന്റെ വേവ് മതി. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ അത് ചെറിയൊരു ആവി കയറിയിട്ട് ഒന്ന് ഇതാവണം. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാനും പാടില്ല. മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കൂടിയൊന്നല്ലേ, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ. നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്ന ഒരു തനി നാടൻ ഡിഷാണ്. ചെറുപയർ പരിപ്പും പിന്നെ മുരിങ്ങയിലയും ചേർത്തുള്ളൊരു മുരിങ്ങയില ചെറുപയർ പരിപ്പ് കറി അല്ലേ? മുരിങ്ങയില പരിപ്പ് കറി. മുരിങ്ങയില ഇട്ട പരിപ്പ് കറിയാണ്. അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. നമ്മുടെ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൽച്ചട്ടിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ചൂട് പോവാതെ ഈ കൽച്ചട്ടിക്കുള്ളിൽ തന്നെ ചെയ്യും. അപ്പോൾ തുടങ്ങാം. വേറൊരു ഇതുള്ളതെന്ന് വെച്ചാൽ മുരിങ്ങയില വൃത്തിയാക്കുന്നത് എന്താ, മുരിങ്ങയില നമ്മൾ ഉത്സാഹ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി 5 മിനിറ്റ് കൊണ്ട് അത് റെഡിയാണ്. ആ സമയം നമ്മൾ റെഡി ആവണം. ഇനി പരിപ്പ് വേവിക്കാം അല്ലേ? കൽച്ചട്ടി വെച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വെച്ചാൽ ഇതിനൊരു പകുതി വെള്ളമാണ് ഒഴിച്ചത്. ഇനി പരിപ്പ് നമുക്ക് കഴുകി വാരി നല്ല വൃത്തിയായിട്ട് കഴുകിയ ചെറുപയർ പരിപ്പാണ്. ഇതിന് ഈ വെള്ള ചെറുപയർ തന്നെ, ഈ തോലില്ലാത്ത തന്നെ മേടിക്കുന്നത്. ഇന്നിങ്ങനെ പരിപ്പ് ഉണ്ടല്ലോ, നമുക്ക് സാധാരണ സാമ്പാറിന് അതിടുന്ന പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ശരി, അതിട്ട് നമുക്ക് 2 രീതിയിലും ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് സാമ്പാർ പരിപ്പ്, സാധാരണ തൂരപ്പരിപ്പിട്ടും ഇത് ചെയ്യാൻ പറ്റും, ഈ ചെറുപയർ പരിപ്പിട്ടും ചെയ്യാൻ പറ്റും.
പെട്ടെന്ന് ഏതാ വേവുന്നേ? പെട്ടെന്ന് ഈ പരിപ്പാണ് വേവുന്നത്. ഇതാണ് ചെറുപയർ പരിപ്പാണ് പെട്ടെന്ന് വേവുന്നത്. അത് ശരി. അപ്പോൾ പെട്ടെന്ന് വേവുന്നത് ഈ പരിപ്പാണ്. നമ്മുടെ ചെറുപയർ ഇപ്പം ഇത് തിളച്ച് തുടങ്ങി. വേവായിക്കൊണ്ടിരിക്കുകയാണ്. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചാൽ തിളച്ചിങ്ങനെ തൂവാതിരിക്കും, പുറമേട്ട് തൂവാതിരിക്കും. അത് ശരി. അപ്പൊ നിങ്ങൾക്കൊരു ടിപ്പുണ്ട്. ഈ സാധനങ്ങളൊക്കെ തിളച്ച് കളയുന്നുണ്ടെങ്കിൽ ഒരല്പം, ഒരു സ്പൂണിൽ ഒരു അല്പം വെളിച്ചെണ്ണ എടുത്ത് അതിന്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളച്ച് തൂവി കളയില്ല. ഇത് ഉടച്ചു കൊടുക്കണോ നമ്മള്? അപ്പൊ ഇങ്ങനെ ഉടക്കണം. അത്രയും മതി അല്ലേ? അപ്പൊ ഇനി അരപ്പ് ചേർക്കാല്ലേ ഇതിനകത്ത്? ഇതിനകത്ത് അരപ്പ് ചേർക്കാം. മുരിങ്ങയില ഇട്ടിട്ട് അരപ്പ് ചേർത്താൽ മതി. അതൊന്ന് വെന്ത് വരണം. മുരിങ്ങയില ഒന്ന് പയ്യെ വെന്ത് കഴിയുമ്പോൾ അരപ്പ് ചേർത്ത് പയ്യൻ തിളപ്പിച്ചിട്ട് താളിച്ച് ഒന്നുകൂടെ മുരിങ്ങയില ഇടട്ടെ. അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു, പരിപ്പ് അടുപ്പത്ത് വെച്ചു. പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് ഉടച്ചു കൊടുത്തു. അതിനുശേഷം ഉപ്പ് ഇടണം. അപ്പോൾ പരിപ്പ് ഉടച്ചതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങയില ഇട്ടു. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഇട്ടു. ഇനി ഇത് ചൂടാകുമ്പോഴാണ് ബാക്കി അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് അരയ്ക്കാനുള്ള സാധനങ്ങളാണിത്. ഒരു 1/4 മുറി തേങ്ങ, ഒരു 8 ചീര് ഉള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ചീര് വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു ചെറിയ സ്പൂൺ ജീരകം, കുറച്ച് അധികം കാന്താരി മുളക്, പിന്നെ കുറച്ച് അധികം കണ്ടോ കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ അരയ്ക്കണം. അപ്പോൾ ഉത്സാഹ കമ്മിറ്റി അപ്പോൾ ഇങ്ങനെ ഉത്സാഹ കമ്മിറ്റി ഉണ്ടെങ്കിൽ രസമാണ്. ഇതിങ്ങനെ ഉത്സാഹ കമ്മിറ്റി ഏൽപ്പിച്ചാൽ മതി, അവിടെ നിന്ന് അരച്ച് വന്നോളൂ. നമ്മൾ കൽച്ചട്ടിയിൽ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുരിങ്ങയില ഇട്ടു. മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തീ സിമ്മിലേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അടുപ്പിലാണെങ്കിൽ തീ ഉറച്ചു കൊടുക്കുക. കാരണം മുരിങ്ങയില അധികം വേവാനും പാടില്ല. അപ്പോൾ ഒരു മുരിങ്ങയില ഇട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരയ്ക്കാൻ ഉത്സാഹ കമ്മിറ്റി പോയിട്ടുണ്ട്. എന്ത് പാകമായി അല്ലേ? ഇവിടുത്തെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് രാവിലെ? ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീക്കും. അത് ശീലമാണോ? അതൊരു ശീലമാണ്. അലാറം ഒന്നും വെക്കണ്ട. അലാറം ഒന്നും വെക്കണ്ട. കാരണം എല്ലാവരും നമ്മൾ തൊഴിലിന് പോകുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എന്തായാലും കറക്റ്റ് 5 മണിക്ക് നമ്മൾ എണീക്കും. രാവിലെ എഴുന്നേറ്റു, അടുപ്പിൽ എത്തിച്ച് ചായ വെച്ച് ഭർത്താവിനൊക്കെ കൊടുത്തു. പിന്നെ നമ്മള് കഞ്ഞി വയ്ക്കുന്നു. ഈ 5 മണിക്ക് എല്ലാവരും എണീക്കുമോ? എല്ലാവരും എണീക്കില്ല, മക്കളൊന്നും എണീക്കില്ലല്ലോ. പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. കാപ്പിക്ക് രാവിലെ എന്തെങ്കിലും പുഴുക്കുണ്ടാക്കാൻ രാവിലെ സമയം ഉണ്ടാവില്ല. പുഴുക്കൊക്കെ ചിലപ്പോൾ വൈകുന്നേരം പണി നിർത്തി വന്നിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത്. ചക്ക വിട്ട് പുഴുങ്ങും, കപ്പ പുഴുങ്ങും. രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് ദോശയോ ഇഡലിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അത് കഴിച്ചിട്ട് പോകും. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടണം. അപ്പൊ 8 മണി ആകുമ്പോഴത്തേനും ഇതെല്ലാം റെഡിയായി നമ്മൾ ജോലിക്ക് പോകാൻ ഇറങ്ങണം. എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ ഏലത്തോട്ടത്തില് ഏലക്കായ് പറിക്കാൻ. അങ്ങനെ ജോലിക്ക് പോകും. ഭർത്താവിന് അങ്ങനെ കെട്ടിടം പണിയാണ്. അപ്പൊ പുള്ളിക്ക് അതിനും പോകും. 8 മണി ആയി കഴിഞ്ഞാൽ വീട് അടച്ചിറങ്ങണം. അപ്പൊ അതിനു മുമ്പ് ബാക്കിയുള്ള കറികളും കാര്യങ്ങളും എല്ലാം റെഡിയാണ്. അപ്പൊ അത് ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ കറിയൊക്കെ വേണമല്ലോ. അപ്പൊ നമ്മള് രാവിലെ കറി ഉണ്ടാക്കാം. അടുപ്പത്ത് ചോറ് വയ്ക്കും, ഗ്യാസില് ബാക്കി പെട്ടെന്നെല്ലാം കഴിയണമല്ലോ. അപ്പൊ പിന്നെ വീട്ടിലെ പണികള്, പാത്രം തേക്കല്, അടിച്ചു വാരല്, മിറ്റം അടിക്കല്, ഇതെല്ലാം നമുക്ക് നിങ്ങളുടെ പറമ്പിൽ പണി നമ്മുടെ പറമ്പിൽ പണി ഞായറാഴ്ച അവധി ഉണ്ടല്ലോ. പിന്നെ എന്നും ജോലിക്ക് പോകില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ ചേട്ടന് പണിയില്ലാത്ത സമയങ്ങളുണ്ട്. അപ്പൊ നമ്മളെ പറമ്പില് ജോലി ചെയ്യും. പിന്നെ രാവിലെ എന്റെ ഹസ്ബൻഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പറമ്പില് ഒരു മുച്ച് പണിതിട്ടാണ് പുറത്തെ പണിക്ക് പോകത്തുള്ളൂ. അപ്പൊ മൊത്തത്തില് ബോറടിക്കില്ല വീട്ടിൽ? ബോറടിക്കില്ല. നമുക്ക് ടൈം ഇല്ലാത്ത കുഴപ്പമുള്ളൂ. ടൈം തികയുന്നില്ല നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേനും. അപ്പൊ ടൈം തികയാത്ത പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ അരപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എത്തും. പിന്നെ വെള്ളം കുറവാണെങ്കിൽ ഈ വെള്ളവും ചേർത്ത് കൊടുക്കാം. അരപ്പിന്റെ വെള്ളമാണ്, അരച്ച് ആ കല്ല് വടിച്ചെടുത്ത വെള്ളമാണ്. ഒഴിക്കട്ടെ, ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ. അരപ്പ് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ തേങ്ങ, കാന്താരി മുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഉപ്പൊക്കെ പാത്രം നോക്കി കഴിഞ്ഞ് ഇതിങ്ങനെ തിളച്ചിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുമ്പോഴത്തേനും അടുപ്പ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും. ശരി. അപ്പോൾ അവസാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മുരിങ്ങയില ഇട്ടതിന് ശേഷം സിമ്മിലേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, ഈ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളച്ച് മറിയാൻ പാടില്ല. ചെറുതായിട്ട് അതിൽ കുമിള വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി കടുക് താളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് പയ്യെ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക.
മൂടി വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ശരി, കടുക് താളിച്ചതിന് ശേഷം അടച്ചു വെക്കണം അല്ലേ? ഇച്ചിരി നേരം അടച്ച് വെക്കണം. ശരി. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു പുതിയ ടിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞ് കടുക് താളിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യണം, ഒന്ന് അടച്ചു വെക്കണം. കടുക് താളിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കുക, കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയി മാറും. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് മൂടി വെച്ചു. ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് ചോറും നമ്മൾ ചുട്ടരച്ച ചമ്മന്തി ആണ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തിയും ഇതൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ വീണ്ടും ലൊക്കേഷൻ മാറ്റിയതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ സ്ഥിരം അടുക്കളയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഇനി ഈ തേങ്ങ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ചുട്ടെടുത്ത ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ചുടുന്നതെന്നൊരു സംശയം ഉണ്ടാവും. ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ലൊക്കേഷൻ മാറ്റം. അപ്പോൾ ചുട്ടെടുക്കാൻ ചേച്ചി. നമ്മള് കനലിന് ഉള്ളിലാണ് ഇട്ട് ചുട്ടെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല കനലാവുമ്പോഴത്തേക്ക് കനൽ തട്ടിയിടുക, വിറക് എന്നിട്ട് മാറ്റുക. എന്നിട്ട് ആ കനൽ വകഞ്ഞിട്ട് അതിനുള്ളിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് തേങ്ങ വയ്ക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കനൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ചുട്ട തേങ്ങ റെഡിയാവും. നല്ല വൃത്തിയായ തുണി കൊണ്ട് ഈ ചാരമല്ല ഇങ്ങനെ തുടച്ച് കളയും. തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്താൽ മാത്രം മതി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ അന്തരീക്ഷം മുഴുവൻ, ഈ അടുക്കള മുഴുവൻ നല്ല മണമാണ്, ഒരു പ്രത്യേക മണം. ആ തേങ്ങ ചുട്ടു നോക്കി തന്നെ മനസ്സിലാക്കുക. ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ വാളംപുളി ഒരു വലിയ നെല്ലിക്കയുടെ അത്ര വലിപ്പത്തിന് ഉരുട്ടിയെടുത്താണ്. പിന്നെ പാകത്തിന് ഉപ്പ്, മുളക് പൊടിയുടെ സ്ഥാനത്ത് വറ്റൽമുളക് കനലിലിട്ട് ചുട്ടിട്ട് കറിക്കുകയാണ് ഇച്ചിരി ടേസ്റ്റ് കൂടും. അത് ശരി. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ചുട്ടെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് എത്ര ഒരു 4-5 വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് അരക്കണം. ഇതിപ്പോൾ ഒരു മുറി തേങ്ങയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്? ഒരു മുറി തേങ്ങയാണ് ചുട്ടിരിക്കുന്നത്. ഒരു മുറി തേങ്ങ ചുട്ടിട്ടുണ്ട്. നെല്ലിക്കയുടെ വലിപ്പത്തിന് പുളി, ഉപ്പ്, മുളക് പൊടി 1 സ്പൂൺ, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കാം, ഒരു 10-12 ചീര്, ചെറിയ ഉള്ളി. അടുത്ത കറിയായ ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാം. ഉപ്പുമാങ്ങ കറിയുടെ പ്രത്യേകത, ഈ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ഉപ്പിലിടുന്നത് എങ്ങനെയാണ്? ഉപ്പ് മാത്രം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചാൽ അപ്പൊ മാങ്ങ ഇല്ലാത്ത സമയത്ത് ഉപ്പുമാങ്ങയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പൊ ഇവിടെ മാങ്ങയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മളിതിങ്ങനെ അരിഞ്ഞ് മുഴുവനെയാണെങ്കിലും ഇടുക, അതെടുത്ത് അരിഞ്ഞെടുത്താൽ മതി. ഇത് അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മളെടുത്തിട്ട് ഇങ്ങനെ കറി വയ്ക്കും. കണ്ടോ, ഉപ്പുമാങ്ങ ഇതിപ്പോ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കാണ്. ഇതിപ്പോ 2-3 എത്ര ദിവസമായിട്ടുണ്ടാവും? ഇത് 3-4 ദിവസമായില്ലേ? 6 മാസമായി മാങ്ങയായിരിക്കും. കുറെ നാളിരിക്കും. ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പുമാങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാം. ഇത് പറയുമ്പോഴത്തേക്ക് എൻ്റെ നാവിൽ ഇങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊതിക്ക് കുറച്ച് കഴിച്ചിട്ട് തന്നെ തുടങ്ങാം. സൂപ്പർ. കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട്, നമ്മൾ നേരത്തെ പറിച്ച പച്ചമുളകും കൂടെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തായതുകൊണ്ട് ജസ്റ്റ് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. നമുക്ക് മതി. ഇതിവിടെ ഇരുന്ന് വേണം. ഇനി ഇതിനെന്തെങ്കിലും അരപ്പ് ചേർക്കണ്ടേ? അരപ്പ് ചേർക്കണം. അതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഒരു 1/4 മുറി തേങ്ങ എടുത്തു, കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, കാന്താരി മുളകല്ലേ? കാന്താരി നമ്മളിപ്പോൾ പറിച്ചെടുത്ത മുളകാണ് പറഞ്ഞത്. കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ചുവന്ന ഉള്ളി, ഇതെല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്ത്
ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ചേർത്ത് കടുക് വറുത്ത് വാങ്ങിയിട്ടുണ്ട്. അതിനും കടുക് വറുക്കണം. അതിനും കടുക് വറുക്കണം. എല്ലാ സാധനവും കടുക് വറുത്താലേ ടേസ്റ്റ് ഉണ്ടാവും. കടുക് തളിച്ചെടുത്താലല്ലേ അതിന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഉപ്പുമാങ്ങ അടുപ്പത്ത് വെച്ചത് വെന്തു, നമ്മുടെ അരപ്പ് റെഡിയായി. അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് അരപ്പ് ചേർക്കുക. മോരുകറിയൊക്കെ വെക്കൂലേ, അതില് തൈര് ചേർക്കുന്നതിന് പകരമാണ് ഈ പുളിമാങ്ങ അല്ലേ? അതുപോലെ ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ അല്ലേ? അപ്പൊ ഇനി കടുക് വറുത്തിട്ടാണ് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ. ഇത് പയ്യെ ഒന്ന് തിളച്ച് പയ്യെ പൊങ്ങി പതഞ്ഞു വരുമ്പോ വാങ്ങി വെച്ചിട്ട് കടുക് വറുത്ത് ചേർക്കും. ഓക്കെ. അപ്പൊ ഈ അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ആദ്യത്തെ പതഞ്ഞ പൊങ്ങലിൽ തന്നെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് പിന്നെ കടുക് താളിച്ച് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് ഇങ്ങെടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയൊക്കെ ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാങ്ങ കറി റെഡിയാണ്. ചെറുതായിട്ട് ഇളക്കാനോ? ചെറുതായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി മൂടി വെക്കണം. ഒന്ന് മൂടി വെക്കണം. ടേസ്റ്റിന്റെ ഒരു ഗുഡൻസ് ആണ്. ഉള്ളിയുടെ ഒക്കെ മണം പോകാതെ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നല്ല. അതെ. അപ്പൊ ഈ രുചിയുടെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാല്, ഈ കടുക് താളിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് ആ എണ്ണയുടെയും ഇതിന്റെ ഒന്നും മണം പോവാതെ ഒന്ന് അടച്ചു വയ്ക്കും. പിന്നെ കടുക് വറുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ തന്നെ അറിയാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത നന്നായിട്ട് അരച്ചിട്ടില്ല അല്ലേ? അരച്ചിട്ടില്ല, വെണ്ണ പോലെ അരയ്ക്കാൻ പാടില്ല. അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. നല്ല ഒരുമാതിരി പാകത്തിന് ഒരു 1/4 ഭാഗം ഇത് ചെയ്തെടുക്കാൻ, 1/4 ഭാഗം അരച്ചെടുക്കാനേ പാടുള്ളൂ. സൂപ്പർ. അത് മാത്രമല്ല, വായിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതങ്ങ് അലിഞ്ഞു പോകും. അത്രയ്ക്ക് സൂപ്പർ ചമ്മന്തി. നമുക്ക് നല്ല ചോറും കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പ്രസന്ന വതനായില്ലേ. നല്ല ചോറും കിട്ടി, നമ്മുടെ മുരിങ്ങയിലയിട്ട പരിപ്പ് കറിയും കിട്ടിയിട്ടുണ്ട്, ഉപ്പുമാങ്ങ കറിയും കിട്ടിയിട്ടുണ്ട്, മത്തനില തോരൻ, പിന്നെ നമ്മൾ ആ ചുട്ടരച്ച ചമ്മന്തി. ഇതിൻ്റെ മിക്ക ഇൻഗ്രീഡിയൻസും നമ്മൾ പറമ്പെന്ന് പറിച്ചാണ്. ഫ്രഷായിട്ട് പറമ്പെന്ന് പറിച്ചെടുത്ത ഫ്രഷ് ഊണ് ഫ്രഷായിട്ട് അങ്ങ് കഴിക്കാം. എന്തേ ഉച്ചയായില്ലേ?